ആകെ റോഡ് കുണ്ടും കുഴിയല്ലേ? ഏത് റോഡാണ് കുണ്ടുകുഴി? തൃശ്ശൂർ കുന്നോളം. ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈലിടുക, ചൂടുവെള്ളം പിടിക്കുക. അങ്ങനെ 2 അടിച്ചാൽ മാത്രമേ ഉറക്കം കിട്ടണുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ വേഷം? എങ്ങനെയുണ്ട് കൂളിംഗ് ക്ലാസ്? തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്. കാര്യമില്ലെന്നാണോ? നോമ്പരിക്കണ അത്രയും നല്ലതല്ല. ടീച്ചറാവാൻ പഠിക്കുകയാണ്, നല്ലതാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ. പഠിപ്പിക്കാനായിട്ട് കേട്ടോ. സർക്കാരിന് മാത്രം മെച്ചമുള്ളൂ, നോമ്പിന് നമുക്ക് മെച്ചില്ല. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. എങ്ങനെയുണ്ട് ഇപ്പോ? അടിപൊളി ലുക്കായിട്ട് ന്യൂ ജനറേഷൻ. ഇവിടേക്കാണാവോ? ഇടുക്കിയിലേക്കാണ്. ഇടുക്കിക്കാരും ഇടുക്കി പെണ്ണല്ലേ? എത്തിയിരിക്കണു നോം എത്തിയിരിക്കണു. ഫൺ വിത്ത് മാവേലി. അപ്പോ ഇനി 10 മുതൽ 10 നാള് രാത്രി 7:45 മുതൽ 8:30 വരെ ചിരിയോ ചിരി കിട്ടില്ലോ കിടിലം. അപ്പോ നോമങ്ങടെ പ്രജകളുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ റെഡി. അപ്പോൾ ക്യാമറ ചേട്ടാ, സിബി സാർ, നമുക്ക് പോവല്ലേ, പൊരിക്കല്ലേ? അപ്പോൾ നമ്മള് മൊത്തം ഡോറാണല്ലോ, എല്ലാം തുറന്നങ്ങോട്ട് പോകുമ്പോ പാതാളത്തിൽ നിന്ന് കയറി വന്നേക്കാൾ ഭയങ്കര കഷ്ടമാണല്ലോ. തലയിടിക്കാവോ? അയ്യോ തലയിടിച്ചു. നോവ് എത്തിയിരിക്കണു. ഇവിടെ ആരില്ലേ? സുഖല്ലേ, ഉഷാറല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ മണ്ണൊക്കെ വെച്ചല്ലോ. അതേ അവസ്ഥ തന്നെ. ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുള്ളൂ. ഇത് ആർക്കിതാ? അപ്പൊ ഇന്നേട്ടൻ കലക്കല്ലേ? പിന്നെ ഉഷാറാക്കല്ലേ? ഉഷാറാക്കും. അപ്പൊ എങ്ങനെയാണ്? അടിപൊളി. മാല ഇങ്ങോട്ട് ഊരി തരുവോ? നോമന്റെ മാല പഴയ മാല തന്നെയാണല്ലോ. എന്തുണ്ട്, സുഖാണോ? സുഖായിരിക്കണു. അന്നത്തെ പോലെ ഇന്നും 16 തന്നെ. അന്ന് തന്നെ. ഇതാരത്? നോമം കാണുന്നുണ്ട് പാതാളത്തിൽ ഇരുന്നിട്ട്. നമസ്കാരം, TCB വാർത്തയിലേക്ക് സ്വാഗതം. അല്ലേ? ഉഷാറാണ്. എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടാണ്ടിരിക്കണേ. സുഖമായിട്ടിരിക്കണു. താടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. താടി ഉള്ളതാ. അതാണ്. എന്താണാവോ? സുഖം. അപ്പൊ എല്ലാവരും മിണ്ടാണ്ടിരിക്കണേ. സുഖല്ലേ? അപ്പോ നമ്മളങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. ഫൺ വിത്ത് എന്താണ് എന്ന് പറയേ? മാവേലി. ഫൺ വിത്ത് മാവേലി. നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും പോവുകയാണ്. രാവും പകലും ഇങ്ങനെയുണ്ടാ. 10 മുതൽ 10 നാള് നമ്മൾ എന്ത് ചെയ്യും? TCB പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കും? വിഭവസമൃദ്ധമായ ഓണം സദ്യ ഒക്കെ കൊടുക്കും കേട്ടോ. നമ്മുടെ വലിയ ടീമുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഈ സൈഡുണ്ടല്ലോ. സുഖല്ലേ എല്ലാവർക്കും? അപ്പോ ഉഷാറാവട്ടെ, നേരം കളയണില്ലേ. ഡോറൊക്കെ അങ്ങോട്ട് തുറന്ന് പിടിക്കുക. നോമിന്റെ വയറ് കാരണം ഇറങ്ങാൻ പറ്റുമോ? എല്ലാരും പറയണു നോമിന്റെ കോല എന്താണെന്ന്. കോലൊന്നും അല്ലേ, കാലത്തിനനുസരിച്ചൊരു മാറ്റം അങ്ങോട്ട് പിടിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെ നോമൊരു മെതിയടിയൊക്കെ മാറ്റിട്ടോ. ഇതേ കണ്ടോ, ഫ്രീക്ക്. അപ്പൊ ഈ ഫ്രീക്കൊക്കെ ഇട്ടിട്ടാണ് നോമ മെതിയടി ഇട്ട് നടന്ന നോമ ഫ്രീക്കൊക്കെ ഇട്ടിട്ട് ഒരു പെടപടയ്ക്കാൻ പോവാണ്. നോമ 10 തൊട്ട് 10 നാൾ ഇനി രാത്രി 7:45 മുതൽ 8:30 വരെ വിഭവസമൃദ്ധമായൊരു സദ്യ. എന്ത്? ഫൺ വിത്ത് മാവേലി. നമ്മള് കുറെ ദിവസം ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഓണം കഴിയണവരെ നമ്മളുണ്ട്, നോമുണ്ട്. നോമിന്റെ കൂടെ കാത്ത് കുറെ പേര് നിൽക്കണു. എന്താണോ പേര്? അനൂന്നാണ് അല്ലേ? എന്താണോ പേര്? അഞ്ജന, ശ്വേത, സുജിത്ത്. നീ എവിടെ നിന്നാണാവോ? തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്. അപ്പൊ തിരുവനന്തപുരം ഭാഷയിലൊന്ന് നോമിനൊന്ന് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പറഞ്ഞേ. അപ്പൊ കോഴിക്കോട് ഭാഷയിലൊന്ന് പറഞ്ഞേ. ഞാനാടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കിങ്ങനെ അങ്ങനെയൊക്കെ പോണെന്നല്ല. പാലക്കാട് എങ്ങനെയാ? പാലക്കാട് സൂപ്പറല്ലേ? പാലക്കാട് എങ്ങനെ ഇരിക്കണം? പാലക്കാട് അടിപൊളിയാണ്. പാലക്കാട് എവിടെ വന്നിരിക്കണേ? ഈ തൃശ്ശൂർ എങ്ങനെ പഠിക്കാൻ വന്നിരുന്നാ? അല്ലേ? അപ്പൊ നിങ്ങൾ എവിടെയാണ്? പാലക്കാട് തന്നെയാ. പാലക്കാടാണോ തൃശ്ശൂരാണോ നല്ലത്? പാലക്കാട് തന്നെ. അപ്പോ നോമനൊരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം. 3-4 പേരും കൂടെ ഒരു പാട്ട് അങ്ങോട്ട് പഠിക്കേ. രാജകുമാരിക്ക് മന്ത്രി കുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാ
നന്നായിരിക്കണു, പാട്ടുകാരിയാണ്. ഇനി എന്താണോ എല്ലാരും ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് പഠിക്കണതാ. എങ്ങനെയുണ്ട് മാർക്കറ്റിംഗ് ഒക്കെ? സെറ്റ്. അപ്പൊ നമ്മുടെ പാതാളത്തിലേക്കൊക്കെ ഒരു മാർക്കറ്റിംഗ് തുടങ്ങാൻ പറ്റുമോ? പിന്നെന്താ, വഴി എങ്ങിട്ടാ? വഴി ഏത് വഴിയാ? വഴി നമ്മളൊക്കെ പറഞ്ഞുതരാം. നോമൻ അറിയാത്ത വഴിയുണ്ടോ? എങ്ങനെയുണ്ട് തൃശ്ശൂര്? ഓ സൂപ്പറാ. ഈ ഓണം എങ്ങനെയുണ്ടാവും? ഓണം ഗംഭീരാക്കണം. ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ ഇവിടുന്ന് പഠിക്കാൻ അവിടുന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയാണ്. എവിടേക്കാണാവോ? നമ്മൾ ഇടുക്കിയിലേക്കാ പോണ്. ഇടുക്കിയിലേക്കാണ്. ആ ഇടുക്കിക്കാരും ഇടുക്കി പെണ്ണല്ലേ? അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ടോ? ഓണൊക്കെ കളറാവട്ടെ, കളർഫുൾ ആവട്ടെ. അതെ. അപ്പൊ ദാ വേണ്ട ഒരു തരണിമണി വന്നിരിക്കണു ഇല്ലയോ? പേര് സ്നേഹ. സ്നേഹ. എല്ലാരോടും സ്നേഹമുണ്ടോ? അതെ, നല്ല സ്നേഹം. എവിടേക്കാ സ്നേഹമുള്ളേ? എല്ലാവരോടും സ്നേഹം. നോമിനോട് സ്നേഹമുണ്ടോ? എന്താ? നോമിനോട് സ്നേഹമുണ്ടോ? പിന്നെ എല്ലാവരോടും സ്നേഹം. നോമിനൊരു പാട്ടൊക്കെ പാടുത്തന്നേ. എന്ത് പാട്ടാ വേണ്ടേ? എന്താവാം? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടി കൊടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ മതി, ഇത് മതി. അപ്പൊ അങ്ങനെ ചാടി മറിയട്ടെ. ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? ഓണത്തിന് നല്ല പരിപാടി ഉണ്ട്. നമ്മുടെ ഹോസ്റ്റലിലൊക്കെ അടിപൊളി പരിപാടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ ഓണത്തിന് ഞങ്ങൾക്കൊക്കെ എന്താ? ഓണത്തിന് നോമിന്റെ വക എല്ലാവർക്കും ആശംസകളാണ്. നന്നായി വരട്ടെ എല്ലാം, ഇല്ലയോ? അല്ലേ? മഴയൊക്കെ അങ്ങോട്ട് മാറട്ടെ. മഴയൊക്കെ അങ്ങോട്ട് മാറട്ടെ. ഓക്കെ. അപ്പൊ നോമ്പ് വെറുതെ ഒന്നും അല്ല പാതാളത്തിൽ നിന്ന് വന്നിരിക്കണേ. കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാ വന്നിരിക്കണത്. കണ്ടോ, നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മണിക ജ്വല്ലറി നൽകുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആ ജ്വല്ലറി നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പിടിച്ചോളൂ. ഹാപ്പി ആയോ? നോമ്പ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിരിക്കണു. എല്ലാവരും നമ്മുടെ ഇത് കാണുന്ന കുറെ പേരുണ്ട്. അവർക്കൊരു ഹാപ്പി ഓണം അങ്ങോട്ട് പറയാല്ലേ? നോമ്പ് എത്തിരിക്കണു. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ നല്ല മഴ. അപ്പൊ ഓണം അങ്ങോട്ട് ആയപ്പോ മഴയായില്ലയോ? അതെ, ഓണൊക്കെ അടിപൊളി ആവണം നമുക്ക്. അങ്ങനത്തെ കറക്കാനെ മഴയുണ്ട്. മഴയുണ്ടോ? നല്ല മഴ വരുമ്പോ ഇപ്പോഴും നല്ല മഴ. അപ്പോ അതല്ലേ നോമ്പ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എവിടേക്ക് പോകാനാണാവോ? കാത്തിരിക്കണ്ടല്ലോ. ഓണത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ. ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തിട്ടില്ല, അനിയത്തി വരും ഇപ്പോ. മഴയൊക്കെ ഉണ്ടാവോ? മഴയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ ഓണം എങ്ങനെ തകർക്കുവാണോ? തകർക്കാണ്. എന്തൊക്കെയാണാവോ പ്ലാൻ? പ്ലാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. സാറാണ് എവിടേക്ക് ഇരിക്കണാവോ? കാത്തിരിക്കുവാണല്ലോ. ആരെയോ കാത്തിരിക്കണല്ലോ. ആരെയാണ് കാത്തിരിക്കണേ? കൂട്ടുകാരെ കാത്തിരിക്കുക. കൂട്ടുകാരിനെ കാത്തിരിക്കാണ്. എവിടെയാണ് കൂട്ടുകാരുടെ പേരെന്താണാവോ? ബിന്ദിയ. ബിന്ദിയ. എവിടെ എന്താണ് പരിപാടി? എന്നിട്ട് അതെല്ലേ? എവിടെ? വീട് എവിടെയാ? അനിമംഗലം. എങ്ങനെയുണ്ട് ഓണൊക്കെ? ഉഷാറാവോ? ഉഷാറാക്കണം, കളറാക്കണം അല്ലേ? എന്താണോ പേര്? വത്സര. അപ്പൊ എല്ലാവരും കളറാക്കണം, ഉഷാറാക്കണം. അതേ ഒരു ചേട്ടൻ ഫോട്ടോ എടുക്കണോ? ഫോട്ടോ ഒക്കെ കിട്ടിയോ? ഫോട്ടോ കിട്ടി. എന്താണാവോ ചെയ്യണേ? ഞാൻ ഡ്രൈവറാണ്. എങ്ങനെയുണ്ട്? വണ്ടിയൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റുണ്ടോ? കുഴപ്പമില്ല. റോഡൊക്കെ എങ്ങനെയുണ്ടാവും? റോഡൊക്കെ വളരെ മോശം. നോമ്പ് എല്ലാ പ്രാവശ്യം വരുമ്പോ റോഡിന് മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞേ. അതെ, വളരെ മോശമാണ്. എന്തായാലും റോഡൊക്കെ നന്നാവണല്ലേ? അതെ, തീർച്ചയായും. ഏത് റൂട്ടിലാണ് വണ്ടി ഓടിക്കണേ? ഞാൻ പാലക്കാട്. നമുക്ക് പാതാളത്തിലൊക്കെ ഒരു ട്രിപ്പ് ഇട്ടാലോ? നല്ല കാര്യമാണ് അത്. അങ്ങനെ നോമിന് ഇടയ്ക്ക് ഇങ്ങനെ വരാലോ? അതെ, വർഷത്തിൽ ഒരിക്കലേ വരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ട്രിപ്പ് ഇട്ടാലോ? നമുക്ക് അങ്ങനെ ആകുമ്പോ എന്നും കാണാലോ. എന്നും കാണാലോ. ഇങ്ങനെ നന്നായിട്ടൊക്കെ ഓടിക്കോ? നന്നായി, കുഴപ്പമില്ല. നന്നായിട്ടൊക്കെ ഓടിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ അതാണ് ഒരു കാശുകാരൻ. ബാഗ് നിറച്ച് ക്യാഷാണോ? വേഗം നിറച്ച് കാശില്ല. ആ മഴ പെയ്ത റോഡിൽ കഴിഞ്ഞു എത്തിക്കില്ലേ? എല്ലാം കീഴ്ത്തോ? അപ്പൊ നോമിന്റെ കൂടെ കൂടുന്നോളൂ, പോന്നോളൂ പാതാളത്തിലേക്ക്. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം? കാശുണ്ടെങ്കിൽ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. എന്താ പ്രശ്നം? ഇപ്പോ റോഡും നോമ്പ് ഭരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആകെ റോഡ് കുണ്ടും കുഴിയല്ലേ? ഏത് റോഡാണ് കുണ്ടുകുഴി? തൃശ്ശൂർ കുന്നോളം. തൃശ്ശൂർ കുന്നോളം നോമാവഴിക്ക് വരുന്നുണ്ട്. അതാണോ? ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയാകുമ്പോ. ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈലിടുക, ചൂടുവെള്ളം പിടിക്കുക. അങ്ങനെ 2 അടിച്ചാൽ മാത്രമേ ഉറക്കം കിട്ടണുള്ളൂ. അപ്പൊ 2 അടിക്കണ സർക്കാരിന് മാത്രം മെച്ചമുള്ളൂ, നോമിന് നമുക്ക് മെച്ചില്ല. നോമിന് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇന്ന് ചെലവാവുക. അതാണ് ഇപ്പൊ പ്രശ്നം. ഒക്കെ ശരിയാക്കി തരാട്ടോ. നോമ്പായിരിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല, നല്ല റോഡായിരുന്നു. ഇപ്പൊ റോഡൊക്കെ മാറി. അപ്പൊ ഓണം എങ്ങനെ തകർക്കണോ? ഓണം തകർക്കണം. ഓണം എങ്ങനെ കളറാവോ? അതാവില്ല. എന്താണാവോ? കളർഫുള്ളാക്കാൻ. അതാണ് അപ്പൊ കളർഫുൾ ആക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടേക്ക് പോകാനാണാവോ? ഞാൻ ഇളനാട്. ഇളനാട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാടൊക്കെ? നല്ല അടിപൊളി. നല്ല നാടാണോ? ഇളനാടാണോ? അതെ, അതെ, ഓക്കെ. ഇടയ്ക്കുള്ള നാട് അല്ലേ? ഉള്ള നാടാണ്. അവിടെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷമുണ്ട്, എല്ലാ നാടുണ്ട്. ഈ
ഈ പ്രാവശ്യം ഓണം എങ്ങനെ ഉണ്ടാവും? അടിപൊളി മഴയാണെന്ന് മാത്രം. കഴിഞ്ഞ വർഷമൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. എന്തൊക്കെ കാണിച്ചു? എല്ലാ കളികളും ഉണ്ടായിരുന്നു. സുഖമായിട്ട് ആഘോഷിച്ചു. ഇപ്രാവശ്യം വയനാട് ദുരന്തം ഇച്ചിരി ഡിമ്മാണ്. എങ്കിലും ഓണം ആഘോഷിക്കും. തീർച്ചയായും കളർഫുള്ളാണ്. അങ്ങനെ ഓണക്കോട്ടിയൊക്കെ വാങ്ങിയോ? വാങ്ങാൻ വന്നിരിക്കല്ലേ. എവിടെന്നാണോ? ഇവിടെ തൃശ്ശൂർ തന്നെ തന്നെയുള്ളൂ? അല്ലല്ല, ഹസ്ബൻഡ് ഉണ്ട്. നോമിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പുതിയതാണ് നോജാൻ. അതെ, പാതാളത്തിൽ നിന്ന് വരുമ്പോ പുതിയതാണോ കിട്ടുന്നത്? അല്ല, ഇത് നോം ഇന്ന് ഈ പ്രാവശ്യം ഒരു മോഡൽ ആവാന്ന് വിചാരിച്ചോ? ഷൂ ഒക്കെ വാങ്ങി, മെതിയടിയൊക്കെ മാറ്റി. മെതിയടിയാ വെച്ചു. ഇല്ല, മെതിയടിയാ നല്ലത്. അല്ല, നോമിന് ഒരു മാറ്റം വേണ്ടേ? വേണം. നോമിൽ ഈ എന്താണ് അല്ലേ? എന്താണ് പിന്നെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെയല്ല. അപ്പൊ ഇടയ്ക്ക് ഒരു മാറ്റം വേണം. അടിപൊളി. അടിപൊളി. നന്നായി ഒന്ന് ഓണം ആഘോഷിക്കല്ലേ. ഉഷാറാണോ? ഉഷാറാണ്, അടിപൊളി. ഓണം എങ്ങനെ കളർഫുൾ ആവോ? ഓണം കളർഫുള്ളാ. പുലികളിയൊക്കെ വന്നില്ലേ? എല്ലാം കൊണ്ടും ഉഷാറാണ്. ഉഷാറാണ്. എങ്ങനെയുണ്ട് നമ്മുടെ റോഡും ഒക്കെ? റോഡൊക്കെ വളരെ മോശമാണ്, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ. പോയി നോക്കിയേ ആൾക്കാരെ മേതിക്കണ വെള്ളം തെറിക്കണ്. സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റില്ല ബസ്. വെറുതെ നോക്ക്, ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയാൽ മതി. വലിയ ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. പണ്ടത്തോട്ടൊന്നല്ല, നിങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വണ്ടി ഓടി എത്തണമില്ല ഈ കുണ്ടും കുഴിഞ്ഞ അടിച്ച്. ഇതൊക്കെ ഈ നാട്ടുകാരോടൊക്കെ പറയാറില്ല, അധികാരികളൊക്കെ പറയാറില്ലേ? പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ലെന്നാണോ? ഒരു കാര്യമില്ല. അപ്പൊ നോമ്പരിക്കണ അത്ര നല്ലതല്ല. അല്ല, എന്താണാവോ? നല്ലതന്നെ, ഒന്നും പറയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ശാന്തിത നിങ്ങൾ കണ്ടിട്ട് ടെൻഷനായിട്ട് ഇനി ഇവിടുന്ന് പോകണം. അയ്യോ, ഇത്ര ടെൻഷനാണോ? ഇവിടുത്തെ കാര്യമല്ല. റോഡ് വഴിയിൽ നോക്കിയാൽ കംപ്ലീറ്റ് പോയി കിടക്കുക. പിന്നെ അതിന്റെ ഇടയിൽ കോൺക്രീറ്റ് റോഡ്. നമസ്കാരമുണ്ട്. TCയുടെ ഫൺ വിത്ത് മാവേലിന്ന് മാവേലി വന്നിരിക്കുകയാണ് പാതാളത്തീത. എങ്ങനെ ഉണ്ടാവോ ഓണൊക്കെ? ഓണൊക്കെ അടിപൊളിയാവില്ലേ? എവിടേക്ക് പോകാനാണോ? ഷൊർണൂരാണോ വീട്? അല്ല, വീട് കോഴിക്കോളില്. ഷൊർണൂർ എന്തിനാ പോണോ? ആസ്പത്രിയിലേക്ക് പോവാണ്. എന്താണോ പേര്? വിജയ. വിജയ്. രണ്ടുപേരുടെ ഒരുമിച്ചാണോ? എങ്ങനെയുണ്ട് ഓണം? ഓണൊക്കെ എങ്ങനെയുണ്ട്? ഓണം സൂപ്പറല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ ഓണം എങ്ങനെയാ ചെയ്ത് അങ്ങനെ ആഘോഷിച്ചു? കഴിഞ്ഞ കൊല്ലത്തെ ഓണം സൂപ്പറായിരുന്നു. ഈ കൊല്ലത്തും സൂപ്പറാവണം. അപ്പോൾ ഈ ഓരോ ഓണക്കാലങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആഘോഷിക്കണത്? എവിടെയൊക്കെ പോകും? എന്തൊക്കെ വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ വെക്കും? സദ്യകളൊക്കെ? ഓണസദ്യ സൂപ്പറായിട്ട് വയ്ക്കും. പുറത്ത് പുലിക്കളി കാണാൻ പോവും, കുമ്മാട്ടി കളി കാണാൻ പോവും. അതിനൊക്കെ പിന്നെ അവനവൻ്റെ വീടുകളിലേക്ക് പോവും. അങ്ങനെയൊക്കെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോവില്ലേ? പോവും. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഓണക്കോടി വാങ്ങിയിട്ടില്ല, വാങ്ങണം. എല്ലാവരും കണ്ടോ, അവര് ഓണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഓണം എന്ന് പറഞ്ഞാൽ ഗംഭീരാണല്ലേ? നമ്മളെ സംബന്ധിച്ച് ഓരോ നോം വരാൻ വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോ ഇപ്പൊ സന്തോഷമായോ? കണ്ടതില് സന്തോഷം. എല്ലാ പ്രാവശ്യം കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. ആദ്യമായിട്ടാണ് കണ്ടത്? ആദ്യമായിട്ടാ കണ്ടേ. പേരെന്താണാവോ? വിജയ. വിജയിച്ചിനെ കാണുന്നതിന് നോമിന് സന്തോഷം. സദ്യയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറഞ്ഞോ? ഉണ്ടാക്കും, നല്ല സദ്യ ഉണ്ടാക്കും. ഓണ് കഴിയും, വീടുകളിലേക്ക് പോവും. എത്ര നേരം പായസം ഉണ്ടാവും? പായസം ഒരു തരം വയ്ക്കുള്ളൂ. ഏത് തരാണാവോ? പാലട. പരിപ്പുണ്ടാവില്ല, പ്രഥമൻ മാത്രല്ലേ? പിന്നെ വേറെന്തൊക്കെയാണ്? വല്ലോ യാത്രകളൊക്കെ പോകണ്ടോ? യാത്രകള് ടൂറൊന്നും പോവാറില്ല, വീട്ടിലേക്ക് പോവും. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങോട്ട് ഓണം അങ്ങോട്ട് തകർക്കുക. അപ്പോ ഫൺ വിത്ത് മാവേലി വീണ്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് പോവാണ് കേട്ടോ. നമസ്കാരമുണ്ട്. TCയിലെ ഫൺ വിത്ത് മാവേലി എന്നാണ്. എവിടേക്കാണ് പോവാൻ കാത്തിരിക്കണേ? മുറ്റിച്ചൂര്. എവിടെന്നാ പറഞ്ഞേ? മുറ്റിച്ചൂരിന്ന് പറഞ്ഞോ. വീണ്ടും മുറ്റിച്ചൂരിലേക്ക് പോകണു. അപ്പൊ ഇവിടെ എന്തിനാ വന്നേണാവോ? ഒരു തിരുവാതിരക്കളി ഡ്രസ് എടുക്കാൻ. കൊള്ളാം. എവിടെയാണോ ഓണക്കളി? അവിടെ വീടിന്റെ അടുത്ത് തന്നെ. ഓണത്തിന്റെ ഓണം എവിടെ വരെ ആയി ചോദിക്കട്ടെ? നന്നായി പോണു. എന്താ പേര്? ലക്ഷ്മി. പേര്? കാർത്തിക. എന്താണോ ചെയ്യണേ? ടീച്ചറാവാൻ പഠിക്കാം. ടീച്ചറാവാൻ പഠിക്കുകയാണ്. നല്ലതാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ. പഠിപ്പിക്കാനായിട്ട് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞു. ഇനി എന്താണ് പേര്? ടീച്ചറാവണ്ടേ? അല്ല, പാരാമെഡിക്കൽ കിട്ടിയിട്ടുണ്ട്. രണ്ട് തരത്തിലാണല്ലേ? നോമും നല്ല കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോഴ്സൊക്കെ പഠിക്കായിരുന്നു അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം ഓണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. തിരുവാതിര കളിക്കണ്ടേ? അത് തിരുവാതിര കളിക്കാണ്ട്, അല്ലാണ്ടൊന്നും എല്ലാ കൊല്ലം ഉണ്ട്. ഉണ്ടാവാറുണ്ട്. നന്നായി പോണു, കുഴപ്പമില്ല. ഓണത്തിനുള്ള സദ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണാവോ? സേമിയോ. അതങ്ങനെ സേമിയാണ്. ഇവിടെയോ?
രണ്ട് തരത്തിലാണ്. പക്ഷെ രണ്ടിലും എന്തുണ്ട്? മധുരമുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമോ? കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണ്. രണ്ട് വരി. സാരിയില്ല, ഒരു സമ്മാനം തരാന്ന് നോം വെറുതെ പറയില്ല. പാതാളത്തിൽ നിന്ന് വന്നാൽ ഒരു പാട്ടൊന്ന് പഠിക്കേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. നന്നായിരിക്കണു അല്ലേ? അപ്പോൾ ഓണം കളറാവട്ടെ, കളർഫുൾ ആവട്ടെ. അപ്പം നോം ഈ പ്രാവശ്യം പാതാളത്തിൽ നിന്ന് വെറും കേടൊന്നും ഇല്ലാട്ടോ വന്നേക്കണത്. ആ സമ്മാനം കണ്ടോ, നമ്മുടെ തൃശ്ശൂർ പള്ളിക്കൽ റോഡിലുള്ള മണ്ണിക ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട് എല്ലാം 100% ഗോൾഡും അല്ലേ? അവിടത്തേക്ക് ഒരു സമ്മാനമാണ് അല്ലേ? സന്തോഷമായോ? അപ്പോൾ രണ്ടുപേരോട് പിടിച്ചോളൂ. അപ്പോൾ ഹാപ്പി ഓണം. ഉറക്കൊന്ന് കേൾക്കട്ടെ. ഹാപ്പി ഓണം. ഒന്നോടെ ഒന്ന് പറയാ. ഹാപ്പി ഉണ്ടല്ലോ ഓണക്കടവരായി. നല്ലോണോ? അതെന്തോണാ? ആരാണ് ഇറങ്ങി ഓടണത്? നോമനെ കാണുമ്പോ നോമനെ കണ്ടിട്ടില്ലയോ? കണ്ടിട്ടില്ലയോ? ആദ്യമായിട്ടില്ല കണ്ണേ. ആ നിന്റെ പേരെന്താണാവോ? റമീസ്. നല്ല പേരാണല്ലോ. റമീസ് എവിടെന്നാണ് പറഞ്ഞേ? തളിക്കുളം. എന്താ പേര്? ഐവിൻ. നല്ല പേരാട്ടോ. ചായയൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചായ. നല്ല ചായ അല്ലേ? നല്ല കടയും നല്ല ചായയും അല്ലേ? എന്താ പേര്? അർജുൻ. എന്താണാവോ പേര്? അനഘ. എത്രയിലാ പഠിക്കണേ? 1 2 എത്രയിലാ? +2 കഴിഞ്ഞു. വലിയ ആളാണ്. നോം വിചാരിച്ചു. ആ ഇവിടെ ഇരിക്കാല്ലേ? ആ സീനാണ് അല്ലേ? നീങ്ങിരിക്കാം. നോമന് ചായ കുടിക്കാറില്ല. പാലും വെള്ളം. ഇങ്ങോട്ട് നോക്ക. നമസ്കാരം. അപ്പൊ നമ്മള് നോം വന്നിരിക്കണ എവിടെ നിന്ന് അറിയോ? പാതാളത്തിൽ നിന്ന് നേരെ TCV എന്ന ഫൺ വിത്ത് മാവേലി. പേരെന്താണാവോ? താഹിർ. ഹാഷിം. ഫർസാൻ. അതാണ് പേര് പറഞ്ഞുപോയി. അനക നല്ല പാട്ടുകാരിയാന്ന് കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു. നോമിനൊരു പാട്ടങ്ങോട്ട് കേൾക്കണം. പഠിക്കണോ? എനിക്ക് പാട്ടറിയില്ല. പിടിച്ചോളാം. പഠിക്കണോ? മാവേലിയാണല്ലോ ഓണത്തിന് പാടണ്ടേ? അല്ല നോമ ഏത് പാട്ടാണ് നിങ്ങൾ തുടങ്ങിക്കോളൂ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പാടാല്ലേ? എന്തൊരു പാട്ട്? പറഞ്ഞ പാട്ട് ഏതാണ്? തിരുവാവടി രാവ്. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, അതൊന്നും വരില്ല. മനസ്സാകെ നിലാവ്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നന്നായിരിക്കണൂല്ലേ ഒരു പാട്ട്? തൊണ്ട ശരിയല്ല. അപ്പോ എല്ലാരും ഉഷാറാവട്ടെ. അവിടെ രണ്ടുപേരും നിപ്പുണ്ടല്ലോ ചായയൊക്കെ ഊതി കുടിച്ച്. ചായയും എന്താ സ്പ്രൈറ്റോ സോഡ? ഒരു രണ്ടുപേര് ഒരു പാട്ട് പഠിക്കേ. എന്തെങ്കിലും ഒരു പാട്ട് പഠിക്കേ. നമ്മൾ നോമന് സന്തോഷാവട്ടെ. എങ്ങനെയാണ് രണ്ടുപേരും പാടാ? അറിയാം പാട്ട് പാടുന്ന ആളാന്ന്. ഏതെങ്കിലും ആയിക്കോട്ടെ. നോമന് എല്ലാം സന്തോഷം. ഒരു പാട്ട് പറഞ്ഞു. അതിപ്പോ പറഞ്ഞില്ലേ വേറെ ലൈവാ എഡിറ്റ് ചെയ്തല്ല പാട്ട് കേട്ടോ. എഡിറ്റ് ചെയ്യണേ. കിളി വന്ന് കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരോ. നന്നായിരിക്കണോ? ബാക്കി ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ ബാക്കിയാ. അവളുടെ മിഴിയിൽ കരിമഷിയാളെ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല ആരും. അല്ല ആരെങ്കിലും ഉണ്ടോ തരളിതയാക്കാൻ? ഒരാളുണ്ട്. വെറുതെ അല്ല. ആൾക്കൊരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ആൾക്ക് കൊടുക്ക്. ആർക്ക്? പറയണ മറ്റേ ആൾക്ക്. ഇല്ല അത് ഇപ്പൊ വേണ്ട, അത് ശരിയാവില്ല. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. താങ്ക് യു. എന്നുണ്ട് ചായ ഊതി ഇങ്ങനെ അല്ലേ? മഴ പിന്നെ എന്താണ് ചായ പിന്നെ? പക്ഷെ ഈ ചായ അല്ല
അത് കട്ടൻ ചായ. അപ്പോ ഫൺ വിത്ത് മാവേലി വന്നിരിക്കണ വെറും കൈയോടെ അല്ല. അതേ കണ്ടോ, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലെ മന്നിക ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അവിടുന്ന് ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. നമ്മുടെ ചെക്കന് തരളിതയാക്കിയത് ആരെയാണ്? അതന്നെ. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഒരു ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഉറക്കെ പറയേ. ഹാപ്പി ഓണം. ഉഷാറില്ലാത്ത ഇത്രേ ഉള്ളൂ, സൗണ്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ പാട്ടൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓണം എങ്ങനെ? ഓണം അടിപൊളി. ഇപ്രാവശ്യത്തെ ഓണം ഒരു ദുഃഖമുണ്ട്, നമ്മുടെ വയനാട് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഓണം അടിപൊളിയായിരുന്നു. എല്ലാവരും മനുഷ്യന്മാരല്ലേ, അപ്പോൾ അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി നമ്മൾ മനസ്സിലേറ്റിയിരിക്കുന്നു. അത് കാരണം ഓണപ്രാവശ്യത്തെ വലിയ സന്തോഷമില്ല. കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മഴക്കാലവും വെള്ളപ്പൊക്കവും എല്ലാം കഴിഞ്ഞു പോയി. നമ്മൾ ഓണത്തിന് പുതിയതായി നമ്മൾ അടുത്ത് വന്നു. വീണ്ടും ഇപ്പോൾ ഓണം വന്നു. വയനാട് ദുരിതമുണ്ടായി. നമുക്ക് ആർക്കും ഓണമില്ല, പുലിക്കളി ഇല്ല. പുലിക്കളി ഉണ്ടെന്നാ കേട്ടത്. നോം പുലിക്കളി ഉണ്ടെന്നായാലും നമുക്ക് നമ്മുടെ സഹോദരന്മാരെല്ലാവരും, അത് കാരണം നമുക്കൊരു ചെറിയൊരു ദുഃഖം. എല്ലാ വർഷവും ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? ഓണത്തിന് പുലിക്കളി കാണും, വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഓണം അടിപൊളിയായി സദ്യ ഉണ്ണും, സിനിമയ്ക്ക് പോവും, എല്ലാ കാര്യങ്ങളും. പേരെന്താണാവോ? എൻ്റെ പേര് ഷോബി. ഷോബിയേട്ടൻ എവിടെ വീട്? ഷോബി വീട് പറപ്പൂര്. ബസ്സിലൊക്കെ എങ്ങനെ, ഉഷാറാണോ? ബസ്സിലെ ആള് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായി പോണു. നല്ല താടിയും മുടിയൊക്കെ ആണല്ലോ, നരച്ചു ഇല്ലയോ? പ്രായമായി. കുഴപ്പമില്ല. ഓണം അടിപൊളിയാ. ഓണം അടിപൊളിയാ. അതേ അത്തം തുടങ്ങിയില്ലൊന്ന് അടിപൊളി. ആഘോഷത്തിന് ഒരു കുറവില്ല. കഴിഞ്ഞ വർഷം അതിനുണ്ടായി. അടിപൊളിയായി, സൂപ്പറായി. ഓണത്തിന് എന്താ പരിപാടി? രാവിലെ എണീറ്റിട്ട് എന്താ പരിപാടി? ഓണത്തിന്റെ കഴിക്കുക. രാവിലെ എത്ര മണിക്ക് എണീക്കും ഓണത്തിന്റെ അന്ന്? 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് കുളിക്കും. കുളിക്കും, ഭഗവാനെയൊക്കെ തൊഴുത് തൃക്കറിപ്പനൊക്കെ വെച്ച് വേണ്ട മാതിരി ചെയ്യാം കേട്ടോ. ഫോൺ വരുന്നുണ്ടല്ലോ, നോമിനൊരു ഫോൺ മേടിക്കണം. മോം ഒന്ന് പറയും. മോബൈൽ ഒന്ന് പറയും. നമ്മളെ മഹാബലി സംസാരിച്ചോളൂ. സുഖാണോ? നോമാണ് പാതാളത്തിന്ന്. പേരെന്താണോ? ചന്ദ്രിയ. ചന്ദ്രിയേച്ചേ, നോം വന്നിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ, കേട്ടില്ലേ? അപ്പോ ചന്ദ്രികേച്ചി വിളിച്ചാണ്. ചെവിയില് പൂ വെച്ച ചേട്ടാ, നല്ല പൂവാണല്ലോ. ഭംഗിയുണ്ട്. അല്ലേലും സുന്ദരനാണല്ലോ, കാണാൻ നിൽക്കുന്നുണ്ട്. ചേച്ചി സുഖം കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓണം? ഓണം നല്ല ഓണല്ലേ? നല്ലോണം. ഇരുന്നോണം, കിടന്നോണം. കിടക്കോ ഓണത്തിന്? കിടക്കാറില്ല. എന്താണ് കിടക്കാത്ത? ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. അതെ, കിടക്കാറുണ്ടോ? കിടക്കാറില്ല. കാണുമ്പോ അറിയാം കിടക്കാറുണ്ടെന്ന്. എങ്ങനെയാ, തിരുവോണത്തിനാണോ കിടക്കണേ? ഉത്രാടത്തിന് തന്നെ കിടക്കുവോ? ഉത്രാടത്തിന് രാത്രി കിടക്കും. പിന്നെ എപ്പോഴാ ഉണർത്തണത്? ഉയർത്തെഴുന്നേറ്റ് എന്നാ? 3 ദിവസം കഴിയും. 3 ദിവസം കഴിയൂലേ? അവിട്ടത്തിന് അല്ലേ? ചതയത്തിന് ചതയ്ക്കോ? ആരാ ചതയ്ക്കാ? ചതയ്ക്കും. എന്തായാലും ഉഷാറാവട്ടെ, സന്തോഷായി. മസ്കറ്റിലേക്കോ? അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ഓണം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരമുണ്ട്. ഫൺ വിത്ത് മാവേലി TCV എന്നാണ്. നോം നേരത്തെ തന്നെ എത്തി, അത്തം പറഞ്ഞപ്പോൾ തന്നെ എത്തി. എന്താണോ പേര്? സിയ. നല്ല പേരാണ്. എവിടെ വീട്? തളി. നീഷ്മ. ആറങ്ങോട്ടുകര. നന്ദന. ആറങ്ങോട്ടുകര. അസ്ന. കാഞ്ഞിരക്കോട്. അതെവിടെയാണാവോ? അത് വടക്കാഞ്ചേരി ഭാഗത്ത്. ഭാഗത്തല്ലേ? അപ്പൊ എങ്ങനെയാണ് ഓണത്തിന്റെ പരിപാടികൾ? എങ്ങനെയാണ്? കോളേജിലൊക്കെ വല്ല പരിപാടി ഉണ്ടോ? 11-ാം തീയതി ഞങ്ങളുടെ സെലിബ്രേഷൻ. അപ്പൊ അന്ന് എങ്ങനെയാ തരണിമണിയായിട്ട് ഞങ്ങളുടെ സുന്ദരി സാരിയെ കൊടുത്ത്, സെറ്റ് സാരി കൊടുത്തിട്ടാണോ? തീർച്ചയായിട്ടും. ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് സാരി നിർബന്ധ ഇല്ലയോ? ഞങ്ങൾ കളർ സാരി കൊടുക്കണം. കളർ സാരിയാണോ? അതെന്താ പാടം അങ്ങനെ കാണിക്കണത്? സാധാരണ സെറ്റ് സാരി അല്ലേ? ഇപ്രാവശ്യം വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. നോമിന് കേട്ടോ, വെറൈറ്റി ആയില്ലേ? ഫ്രീക്ക് അല്ലേ? നോമം മടുത്തു. എന്താണ് ഈ മെതിയടിയൊക്കെ ഇട്ട് അടിപൊളി ലുക്കായിട്ടുണ്ട് അല്ലേ? എന്താ പറയണ, ന്യൂ ജനറേഷൻ. പാതാളത്തിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് പാട്ട് കേൾക്കണ്ട എങ്ങനെ പോണേ? ഓണത്തിന്റെ പാട്ട് വേണോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഓമനത് സന്തോഷമുള്ളൂ.
പാട്ട് ഓണത്തിന്റെ പാട്ടൊന്നും അറിയില്ല അങ്ങനെ. വേണ്ടപ്പാ, നിങ്ങൾക്ക് അറിയാതെ പാട്ട് നോമനങ്ങൾ പാടുന്ന ഒന്നും മതിന്നേ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി ചേർത്തു. നന്നായിരിക്കണല്ലേ, പാട്ടുകാരിയാണ്. ആ പിന്നെ ഓണത്തിന് എന്താ പരിപാടി? എന്ത് പരിപാടി? സെലിബ്രേഷൻ ഉണ്ട് കോളേജിൽ. എങ്ങനെയാ പരിപാടിയൊക്കെ? പാട്ട്, ഡാൻസ്, പൂക്കളം. വീട്ടിലെന്തൊക്കെയാ പരിപാടി? വീട്ടില് സദ്യ, പിന്നെ പൂക്കളം. തിരുവോണത്തിന്റെ അന്ന് എത്ര മണിക്ക് എണീക്കും? നേരത്തെ അമ്പലത്തിൽ പോകും. ഇവിടെ സംശയമാണ്. ഒരു 7 മണി, 8 മണി, 9 മണി അമ്മ വന്നിട്ട് വിളിക്കും, എണീക്കടി, എന്തെങ്കിലും ഒന്ന് നേരത്തെ എണീക്കടി. നേരത്തെ എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പൂവിടും. ആർക്ക് പൂടും? മുറ്റത്ത് പൂടും. പാർപ്പോ. അപ്പോ വീട്ടിലെ എന്തൊക്കെ സദ്യ ഉണ്ടാക്കും? സാധാരണ പൈസക്കോ? എത്ര പൈസ ഉണ്ടാവും? ഒരെണ്ണുള്ളൂ. പൈസ ഒക്കെ കൂട്ടുകാരികൾ തരാറുണ്ടോ? തന്നെ കുടിക്കുവോ? ഇല്ല തരും. അപ്പൊ നോമിന് മനോഹരമായൊരു പാട്ടൊക്കെ നമ്മുടെ കുട്ടികൾ പാടി തന്നിരിക്കണു. എല്ലാവരും മിടുക്കികളാണ് കേട്ടോ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു, എവിടെയാ പഠിക്കണേ? എവിടെ? ആ, അത് തൃശ്ശൂർ തന്നെയാണോ? അവിടെ. അപ്പൊ എന്തായാലും നമ്മളതേ വെറുതെ അല്ല, നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ടിന്റെ ഒരു കിടിലക്കണം നമ്പർ സൂപ്പർ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി തരുവാണ് കേട്ടോ. എന്നിട്ട് പിടിച്ചോളാ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും അന്വേഷിച്ചായിട്ട് പറയണം. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷമായി. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൂടെ പറഞ്ഞേ. അപ്പോൾ നോം വരുമ്പോഴത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കണു. ഫോട്ടോ എടുത്തോളൂ. അങ്ങനെ പറ്റില്ല. സെൽഫി എന്താണ് അതിന് പറയണേ? ഇങ്ങോട്ട് വരിക അടുത്തിട്ട് വരിക. ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തിട്ട് നോമന അവിടെ നിന്നിട്ട് ഒളിച്ച് നിന്ന് ഫോട്ടോ എടുക്കണോ? പേര് പഠിത്തൊക്കെ ഓണം എങ്ങനെയുണ്ട് അവിടെ? ഈ പ്രാവശ്യം തകർക്കണം അല്ലേ? എന്താണാവോ ഒന്നത്തെ ഡ്രസ്സൊക്കെ? സാരി. കളർ സാരിയാണോ? കളർ സാരി അല്ലേ? അപ്പൊ പഠിത്തൊക്കെ ഉഷാറാവട്ടെ. നോമനൊരു പാട്ട് പാടി തരുമോ? ആയിക്കോട്ടെ. സ്നേഹിച്ചോരും തീയായി പോയി പൊള്ളണ കാറ്റ് വീശണ പോലെ ചങ്കിനുള്ളിൽ നീറണ പാട്ട് തഞ്ചത്തിൽ താളം പിടിക്കണ പോലെ സ്നേഹിച്ചോരും തീയായി പോയി പൊള്ളണ കാറ്റ് വീശണ പോലെ ചങ്കിനുള്ളിൽ നീറണ പാട്ട് തഞ്ചത്തിൽ താളം പിടിക്കണ പോലെ താളത്തിന് തുള്ളാനും കൂടെ ചങ്ക് പുകഞ്ഞൊരു ഹാല് വെയിലത്തു കത്തണ മഞ്ഞു പോലെ മുൾച്ചെടിയായി വന്നു നീ കാലമേ. സാറായിരിക്കണല്ലേ? പാട്ടുകാരിയാണ്. പാട്ട് പഠിക്കണ്ടോ? നന്നായിരിക്കണു. പാട്ട് പഠിക്കാൻ പോണം കേട്ടോ. നല്ല പാട്ടുകാരിയൊക്കെ ആവട്ടെ. അപ്പൊ ഞാൻ വെറുതെ വിടണില്ല. 10 ദിവസം ഇങ്ങനെ കറങ്ങുവാണ് ഫൺ വിത്ത് മാവേലി ആയിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വേഷം? ഉഷാറായില്ലേ? എന്താ പറയുക, ന്യൂ ജനറേഷനൊക്കെ നോമ. നിങ്ങളൊക്കെ എന്താ പറയാ, കളർ സാരി കൊടുക്കുമ്പോ നോമ ഒന്ന് ഫ്രീക്ക് ആവാന്ന് വിചാരിച്ചു. ഷൂ ഒക്കെ വാങ്ങി മാറ്റി. എങ്ങനെയുണ്ട് കൂളിംഗ് ക്ലാസ്? അല്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മൊത്തം അങ്ങോട്ട് മാറണമെന്ന്. ശരിയാ, കാലം മാറല്ലേ? കാലം മാറുമ്പോ എന്താണ്? നമ്മൾ മാറണം, കോലം മാറണം. അപ്പൊ ഒരു സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് വെറും കൈയുടെ അല്ല, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്. എന്താണെന്നറിയോ? ഫൺ വിത്ത് മാവേലി ഈ പ്രാവശ്യം കൈ നിറയെ സമ്മാനമായിട്ടാണ് പാതാളത്തിൽ നിന്ന് വന്നിരിക്കണത്. എന്ന് കണ്ടോ? പള്ളിക്കുളം റോഡിലാ. ചാടി പിടിക്കില്ലേ? നോമ അങ്ങോട്ട് തരണ പാടി ചാടി പിടിക്കണോ? അങ്ങനെ പിടിക്കരുത്. നമ്മൾ പറയട്ടത് നമ്മുടെ പ്രജകളോടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ പള്ളിക്കുളം റോഡിലുള്ള തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മാനിക കേട്ടോ ഗോൾഡൻ ഡയമണ്ടിന്റെ ഒരു അടിപൊളി സമ്മാനം 2 പേർ കൂടി അങ്ങോട്ട് തരികയാണ്. പിടിച്ചോളാം, ഇനി പിടിച്ചോളാ. സന്തോഷമായോ? സന്തോഷായി. അപ്പൊ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. പറയാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട്? എങ്ങോട്ടാ യാത്ര? മെഡിക്കൽ കോളേജ്. എങ്ങനെയുണ്ട്? അത്തൊക്കെ എങ്ങനെ നടന്നു? മഴയൊക്കെ എങ്ങനെ? മഴയൊക്കെ ഉണ്ട്. ഓണം എങ്ങനെ? ഓണം ഓണം നല്ലത്. ഓണം നന്നാവോ? കളർഫുൾ ആവൂലേ?
അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ഓണം കളർഫുൾ ആവണം. കൈ നിറയെ സാധനം ഉണ്ടല്ലോ. പർച്ചേസിങ് കഴിഞ്ഞതാണ്. ഓണത്തിന്റെ എല്ലാം വാങ്ങിക്കൂട്ടിയോ? തന്നെയുള്ളൂ. അല്ല അമ്മേന്റെ. എവിടെ അമ്മ? അമ്മയ്ക്കൊന്നും വാങ്ങി തന്നില്ലേ? അമ്മ മനസ്സൊക്കെ ആകെ വിഷമിച്ചിരിക്കണല്ലോ. ഒന്നും വാങ്ങി തന്നില്ലേ? അയ്യോ, പിടിച്ചേക്കാം. ആ നോമിനിങ്ങനെ ബസ്സിലേക്ക് കയറിയൊന്നും പരിചയില്ലേ? എങ്ങനെയുണ്ട് ഓണം? കളറാവോ? കളറാവണം അല്ലേ? അടിപൊളി. ഉഷാറാവോ? ഉഷാറാവും. ഉഷാറാക്കണം. അപ്പൊ ഒരുപാട് സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തൊക്കെ കാണുമ്പോഴത്തേക്കും. വലിയ വലിയ ഹാപ്പിയിലേക്കാണ്. എന്താണ് പേര്? ലീലാവതി. ആ എവിടേക്കോട്ടാണ് യാത്ര? തിരൂര്. ആ ചേട്ടാ പേര്? സുധി. ആ എങ്ങനെയുണ്ട് ഓണൊക്കെ? നന്നായി. കഴിഞ്ഞ വർഷം ഓണം എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഒത്തിരി തടവായിരുന്നു. ഈ പ്രാവശ്യം നന്നാക്കണം. ഓണക്കോട്ടിയൊക്കെ വാങ്ങിയോ? ഇല്ല. എന്താണാവോ? ആശുപത്രി കേസായിട്ട് നടക്കാം. ഒക്കെ ശരിയാവൂട്ടോ. എങ്ങനെയുണ്ട് ഓണമൊക്കെ നന്നാവും. മീശയൊക്കെ വലിയ തന്നെ നോമിനേക്കാൾ വലിയ മീശയാണല്ലോ. ആണോ? ഓണമൊക്കെ നന്നാവും. ഓണം നന്നാവും. എന്താണ് ചേട്ടാ? ഓണായില്ലേ? ഓണായി. നോം വന്നിരിക്കണ കണ്ടില്ലേ? ഓട്ടോറിക്ഷ പേരാള് ചോദിച്ചേട്ടോ ആരാന്ന്. നോമനെ കണ്ടിട്ട് തിരിച്ചറിയാത്തവനെ എന്താ പറയാ? എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. എൻ്റെ പേര് സുജേഷ്. എങ്ങനെയുണ്ട് സുജേഷേട്ടാ? ഓട്ടോയില് ഒരു തേങ്ങയില്ല. ഓണം ഈ പറഞ്ഞ മാതിരി വെള്ളത്തിലാവുന്നുണ്ട്. ആർക്ക് വെള്ളത്തിലാവും? നമുക്ക് പിന്നെ നമുക്ക് ഓണാഘോഷം ശരിയാവൂട്ടോ. പേടിക്കണ്ട. ഉഷാറാവട്ടെ. അപ്പൊ ഹാപ്പി ഓണം. അല്ലാതെ വെള്ളത്തിലൊന്നും അല്ലോ. എന്ത് വെള്ളം അതന്നെ. അപ്പൊ നോം വന്നിരിക്കണു. അത്തം പിറന്നു, നോം എത്തി. പാതാളത്തിന്ന് ഫൺ വിത്ത് മാവേലി TCVയുടെ. TCV കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് TCV? നന്നായിരിക്കണു അല്ലേ? എല്ലാം പരിപാടിയൊക്കെ കാണാറുണ്ടോ? നോം വരുന്നത് ഇന്ന് പോയി കാണുമോ? പിന്നെ മറക്കരുത്. എല്ലാ ദിവസവും ഉണ്ട്. അത്തം മുതല് ഇനി 10 ദിവസം നോം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഫൺ വിത്ത് എന്താണ് മാവേലി. കണ്ടിട്ടുണ്ടോ മാമനെ? എവിടെ കണ്ടിരിക്കണു? ടിവിയില് കാണാറുണ്ട്. അപ്പൊ നേരിട്ട് വന്നില്ലേ? എന്താ മോളുടെ പേര്? ശ്രീരുദ്ര. നല്ല പേരാട്ടോ. അപ്പോ മാവേലി മാമന് ഒരു പാട്ട് പാടി തന്നേ. ഏതാ പാട്ട്? ഊഞ്ഞാലിട്ടല്ലോ, ചാടിക്ക് വന്നല്ലോ, ഓടിക്ക് വന്നല്ലോ. നന്നായിരിക്കണു കേട്ടോ. അപ്പൊ അമ്മ എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഒരുക്കങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങും. പിന്നെന്താ കായ മേടിച്ചു വറക്കാൻ തുടങ്ങാണ്. പഴുത്ത പഴം മേടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെന്താ പച്ചക്കറിയൊക്കെ എന്താണാവോ? പച്ചക്കറി നാളെ മറ്റന്നാളായിട്ടേ മേടിക്കല്ലോ. രസോളൊക്കെ എടുത്തു. പിന്നെ വേറെന്താ? വേറെ നോമനെ വീട്ടിലേക്ക് ക്ഷണിക്കണില്ലേ? പിന്നെ ക്ഷണിക്കണ്ടത് എന്നാ വരുന്ന ഉത്തരാടത്തിണ്ടെന്നോ? ഉത്തരാടത്തിന് എന്ന് നോമോടെ ഉണ്ട്. ശരി. ഓക്കെ. എത്ര തരം പായസം ഉണ്ടാവോ? 2 തരം പായസം വെക്കാം. ഏതൊക്കെയാണ്? പാലടയും പരിപ്പും. പരിപ്പും നോമിന് ഭയങ്കര ഇഷ്ടാ. എന്താ മിണ്ടാണ്ട് നിക്കണേ? നോമനെ കണ്ടപ്പോ സന്തോഷില്ലേ? സന്തോഷമായി. ഭയങ്കര സന്തോഷായോ? അതെങ്ങോട്ട് പോയത് എല്ലാരും കൂടെ? കുട്ടി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അപ്പൊ ഈ പ്രാവശ്യം ഓണം എങ്ങനെയാണ്? ഓണൊക്കെ നന്നായി അടിച്ചു. കഴിഞ്ഞ വർഷം ഓണത്തിന് എവിടെയൊക്കെ പോയി? എവിടെയും പോയില്ലേ. ദുഃഖായിരുന്നോ? അതുകൊണ്ട് ഓണം ഉണ്ടായില്ല അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം ഓണം നമ്മൾ തകർക്കും. വലിയ ഫോണൊക്കെ ഉണ്ടല്ലോ. നോമിനൊരു ആഗ്രഹം ഉണ്ട് ഒരു ഫോൺ മേടിക്കണത്. അതെയോ? നാളത്തിലേക്ക് പോകുമ്പോ നോക്കാന്ന് ഓർത്തിട്ടാ. മേടിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഹാപ്പി ഓണം പറയല്ലേ? അന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറയാ. ഹാപ്പി ഓണം. ഒന്നോട് പറയാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ ഓണം വിശേഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. നമസ്കാരമുണ്ട്. നോമനെ മനസ്സിലായോ? മനസ്സിലായി. ആരാണ്? മാവേലി. മാവേലിയാണ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടേക്കണു? അല്ല, മുന്നേ കണ്ടിട്ടുണ്ട്. മാറ്റമുണ്ടോ? നമ്മളിപ്പോ വന്നിരിക്കുന്നതാ TCVയുടെ ഫൺ വിത്ത് മാവേലി കേട്ടോ. ആ പ്രോഗ്രാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ പോയിട്ട് TV വെച്ചിട്ട് കാണണം. കൂട്ടുകാരോടൊക്കെ പറയണം. ഞാൻ പറയും. എന്താ പേര്? അഭിജിത്ത്. എത്രയല്ല പഠിക്കണേ? 6ല്. നോമിനേക്കാൾ വലിയ കുണക്കനാണല്ലോ. എവിടെന്നാണ് വാങ്ങണേ? ഫാൻസി കടയിൽ. നോമന്റെ പാതാളത്തിൽ ഇത്ര വലിയ കുണക്കനൊന്നും ഇല്ല കേട്ടോ. പഴയത് തന്നെയാ. നമുക്കൊന്ന് മാറി പിടിച്ചാലോ? എക്സ്ചേഞ്ച് ചെയ്താലോ? വേണമെങ്കിൽ പിടിക്കാം. അതാണ് സ്നേഹം. അപ്പോ എന്താ പേര്? അംബിക. ചേച്ചി എന്താ ചെയ്യണേ?
ഞാൻ ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. ഓണം എവിടെ വരെ ആയി? ഓണതാ അന്നും കൊണ്ടേ ഇരിക്കണു. ഈ പ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാ പരിപാടി, എങ്ങനെയൊക്കെയാണ് പരിപാടി പറഞ്ഞ പരിപാടി പറഞ്ഞ ഓണം തുടങ്ങിയിട്ടേ ഇല്ലു. ഓണസദ്യ, പൂക്കൾ മത്സരം, പല കാര്യങ്ങളും. ടൂറൊക്കെ പോകണ്ടോ? പോവാം. അപ്പോ ഉഷാറാവട്ടെ. നീ പഠിക്കണുണ്ടോടാ നന്നായിട്ടൊക്കെ? നീ നന്നായിട്ട് ഇന്നെന്തായിരുന്നു പരീക്ഷ? ഇന്ന് പരീക്ഷ തുടങ്ങാൻ പോണോ? ഒന്നേക്ക്. എന്താ പരീക്ഷ? മലയാളം സെക്കൻഡ് അല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പറഞ്ഞോ, അനുഗ്രഹിക്കണു, നന്നായിട്ട് പറഞ്ഞോ. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നോം വന്നിരിക്കുന്നു ഫൺ വിത്ത് മാവേലി. ആയി നല്ല ചിരിയാണല്ലോ. എന്താ പേര്? ശ്രീ കാർത്തിക. എവിടുത്തെ പറഞ്ഞേ? വരടിയം. ഏതാ കോളേജ്? കോളേജല്ല, സ്കൂളാണ്. ഏതാണ്? പൂങ്കുന്നം. എത്രയല്ല പഠിക്കണെന്ന് ചോദിക്കണില്ല. +1 +2. എങ്ങനെയുണ്ട്? ഓണാഘോഷമൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല, സെലിബ്രേഷൻ ഇല്ല. എന്താ പറ്റിയാവോ? വയനാട് ദുരന്തം. അതുകൊണ്ട് വലിയ ആഘോഷമൊന്നും ഇല്ല. വീട്ടിലോ? വീട്ടിലാഘോഷം ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ നിങ്ങൾ തകർത്തോ കഴിഞ്ഞ പ്രാവശ്യം? കുഴപ്പമില്ലാണ്ടൊക്കെ. ഓണക്കോടിയൊക്കെ വാങ്ങാറുണ്ടോ? ഈ പ്രാവശ്യം ഓണക്കോടി വാങ്ങിയോ? വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ പ്രജകൾക്ക് ഒരു പാട്ട് പാടി തരുമോ? 2 വരി അറിയാവുന്ന 2 വരി ഒരുമിച്ച് പാടിക്കും. ആ പാട്ടുകാരിയെ കണ്ടറിയാം. പാടിക്കോളൂ. താളിടണോ? വേണ്ട. അപ്പൊ തുടങ്ങിക്കോളാ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മധുവൂറും പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മധുവൂറും പാട്ട്. നന്നായിരിക്കണു. പിന്നെ ഉണ്ടല്ലോ പൂവേ പൊലിയില്ലേ, ഒന്ന് പാടിക്കോളാ. ജലദോഷാണ്. സാരമില്ല. അപ്പോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? എങ്ങനെയുണ്ട് നമ്മളെ കാണുമ്പോ? ഫ്രീക്കൻ മാവേലി കണ്ണടക്ക് വെച്ചിട്ട് കാലം മാറുമ്പോ എന്താണ് കോലം മാറും. അതിപ്പോ നമ്മളങ്ങോട്ട് മാറിയേക്കും. അപ്പൊ സമ്മാനം വന്നിട്ടുണ്ട്. നമ്മളെ ഈ പ്രാവശ്യം പാതാളത്തിന്റെ നോമെത്തിയപ്പോ നമ്മുടെ മന്നിക ജ്വല്ലറി കണ്ടോ, ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള ഒരു ഗംഭീര ജ്വല്ലറിയാണ് മണിക ജ്വല്ലറി. അവരൊരു അടിപൊളി സമ്മാനം അങ്ങോട്ട് കൊടുക്കാം അല്ലേ? 2 പേരോട് കൊണ്ട് പിടിച്ചോളാ. പിടിച്ചോളാം. സന്തോഷമായോ? ഇന്നത്തെ സമയം അങ്ങനെ കഴിഞ്ഞിരിക്കണു. നാളെ ഇതേ സമയത്ത് നോം വരും. വേറൊന്നും അല്ലാട്ടോ, ഫൺ വിത്ത് മാവേലി. ഇനിയിപ്പോ മാവേലിയോട് ഫണ്ണും അതോടൊപ്പം തന്നെ വർത്താനം പറയാനൊക്കെ താല്പര്യമുള്ളവർ ഈ താഴെ കാണാൻ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചോളാം. മറക്കണ്ട, മാവേലി എത്തും. പൈനി മുതൽ അത്തം മുതൽ 10 നാള് 7:45 മുതൽ 8:30 വരെ ഫൺ വിത്ത് മാവേലി. മറക്കരുത്.